മക്കളെ അല്ലാഹുവിന്റെ കോടതിയിൽ വരുമ്പോ ആ ഉമ്മയെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോകുമെന്ന് പറയുന്ന ആ വാക്കോർത്തിട്ട് സഹാബികൾ എത്രയാ കരഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10 പ്രാവശ്യം ഉമ്മ എന്ന് പറയേണ്ടി വന്നാ കരയുന്നവനാണ് ഞാൻ. അത്രയ്ക്കെന്റെ പ്രിയപ്പെട്ട ഉമ്മ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന നൗഷാദ് ബാക്കവിയുടെ ആരോഗ്യത്തിന്റെ ആദ്യ സമ്മാനം എന്റെ ഉമ്മച്ചിയല്ലേ. എന്റെ നാട്ടിലുള്ള സമ്പന്ന വർഗത്തിന്റെ വീട്ടിൽ പോയിട്ട് അവര് അരി നനച്ചു വെക്കുമ്പോ ഉലക്ക കൊണ്ടതിടിച്ച് മാവാക്കി കൊടുക്കുമ്പോ അവര് കൊടുക്കുന്ന നാണയത്തൊട്ട് കൊണ്ടുവന്നിട്ടാണ് സ്കൂളിലും പള്ളിയിലും പുസ്തകം വാങ്ങിയത്. അല്ലാഹുവേ ഉമ്മാ കാഫിയത്ത് കൊടുക്കണേ അല്ലാ. എന്റെ മുമ്പിലിരിക്കുന്നവരെ നിങ്ങളുടെ മനസ്സൊന്ന് പൊട്ടാൻ വേണ്ടിയിട്ടൊന്നും പറയുന്നതല്ലോ. ഉമ്മമാരെ ദുനിയാവിലാണ് ആ സ്നേഹബന്ധം നമ്മൾ അറിയുന്നത്. അള്ളാന്റെ കോടതിയിൽ വസാലി ഇമാം പറയുന്നു, ചില മക്കളെ കാണുമ്പോ ഉമ്മമാരോടും എന്തിനാണ് ഓടുന്നതെന്നറിയോ? എന്നെ കണ്ടാൽ എന്റെ മക്കൾ ചിലപ്പോ അല്ലാഹുവിനോട് പറഞ്ഞു കൊടുത്താലോ, ഈ ഉമ്മയാണെന്നെ നശിപ്പിച്ചത് അല്ലാ, ഈ ഉമ്മയാണെന്നെ നശിപ്പിച്ചതല്ല. ലിപ്സ്റ്റിക് ഇടാൻ പഠിപ്പിച്ചത് ഈ ഉമ്മയാണ്, സിനിമ കാണാൻ പഠിപ്പിച്ചത് ഈ ഉമ്മയാണ്, പൂരപ്പറമ്പിൽ കൊണ്ടുപോയത് ഈ ഉമ്മയാണ്, നശിപ്പിച്ചത് ഈ ഉമ്മയോ എന്ന് ഉമ്മമാരെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കൊടുക്കുമോ എന്ന് പേടിച്ച് ഉമ്മമാരോടൊന്ന് ആലോചിച്ചോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ. അങ്ങനെ നിന്റെ മക്കൾ പറയാനിടവരുത്തല്ലേ ഉമ്മ. സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് പ്രായപൂർത്തിയായ മക്കളെ കണ്ടവന്റെ കൂടെ ശരീരം പങ്കുവെക്കാൻ പറന്നുവിടുന്ന പാതിരാത്രി പോലും വീട്ടിലേക്ക് മടക്കിക്കൊണ്ടുവരാറ് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഉമ്മ, അല്ലാഹുവിന്റെ കോടതിയിൽ നീ കരയേണ്ടി വരും മോളെ. ചില ഉമ്മമാരും മക്കളെ നോക്കി വരുമെന്നാണ്, എന്റെ മോനെ കണ്ടോ, എന്റെ പൊന്നു മോനെ കണ്ടോ, അവന് ഞാനെന്ന് പറഞ്ഞാല് ജീവനാണ്. എവിടെ എന്റെ തങ്കക്കുടമെന്ന് പറഞ്ഞ് ചില ഉമ്മമാര് പരലോകത്ത് വരുമത്രേ. എന്നിട്ട് പൊന്നുമോനെ കാണുമ്പോ ഓടി വന്നിട്ട് പറയും, മോനെ ദുനിയാവിൽ ഞാനൊന്നും നിന്നോട് ചോദിച്ചില്ലടാ, വീട് വെച്ച് തരാൻ പറഞ്ഞില്ല, നീ വെച്ച കൊട്ടാരത്തിന്റെ മൂലയ്ക്ക് ഒരു പട്ടിയെ പോലെ കിടന്നപ്പോഴും ഉമ്മച്ചി കരഞ്ഞില്ല. പൊന്നുമോനെ, ഇത് പരലോകമല്ലേ മോനെ. അതുകൊണ്ട് മോനെ, നിന്നെ ഞാൻ ഗർഭം ചുമന്നില്ലേ, 9.5 മാസത്തോളം വയറ്റിനകത്തൊരു കുഞ്ഞിനെ ചുമക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല ചെറുപ്പക്കാരാ. അതാണ് ഉമ്മയുടെ പവറ്, അതാണ് ഉമ്മയുടെ മഹത്വം. പൊക്കിൽ കൊടിയിലൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു കുഞ്ഞിന് ചുമന്നുകൊണ്ട് നടക്കുന്ന ഉമ്മയുടെ പവർ അതാണ്. 5 മാസം ഗർഭവതിയായ പെണ്ണ് പറയുന്നു, 6 മണിക്കൂർ എന്ന മോദം കെടുപ്പിയിട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോ എന്റെ വയറ്റിനകത്തുള്ള 5 മാസത്തിലെ കുഞ്ഞു മരിച്ചു പോകുമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് ജീവൻ കിട്ടുമെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാ. എന്റെ കുഞ്ഞിന് ജീവൻ കിട്ടുമെങ്കിൽ ഞാൻ മരിക്കാൻ തയ്യാറാ. അതാണ് മാതൃത്വത്തിന്റെ വിലയതാണ്. അത് മറന്നിട്ടല്ലേ റമദാൻ മാസത്തിലെ തൃശൂർ ജില്ലയുടെ വാടാന പള്ളിയില് ഒരു ഉമ്മയെ കാലുകൊണ്ട് ചവിട്ടി കൊന്നില്ലേ ഒരു മകൻ. അല്ലാഹുവേ, ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണയല്ല, ആ ഉമ്മാക്ക് സ്വർഗം കൊടുക്കണയല്ല. പ്രിയപ്പെട്ട ഉമ്മ വന്നിട്ട് മോനോട് പറയുന്ന, ഹമൽത്തുക്ക, മോനെ നിന്നെ ഞാൻ ഗർഭം ധരിച്ചില്ലേ മോനെ, നിന്നെ ഞാൻ ചുമന്നുകൊണ്ട് പോയില്ലേ മോനെ, വളർത്തുക്ക, നിന്നെ ഞാൻ പ്രസവിച്ചില്ലേ, ആ വേദന ഇപ്പോഴുമുണ്ടോ? മരണവേദനയോടെ, നെഞ്ചുപൊട്ടുന്ന വേദനയോടെ എന്റെ ഉദരത്തിനകത്തിരുന്ന് കരഞ്ഞുകൊണ്ട് നീ പുറത്തിറങ്ങി വന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന, അതിന് പകരമായിട്ട് മോനെ എന്തെങ്കിലും ഒരു നന്മ ഉമ്മച്ചിക്ക് കൂടി താടാ. പേടിയാകുന്നടാ, അപ്പുറത്ത് നരകം കത്തുന്നടാ, അപ്പുറത്ത് സബാരിയത്തിന്റെ മലക്കുകൾ വരുന്നടാ. തീപാറുന്ന കണ്ണുകൾ കാണുമ്പോ ഉമ്മച്ചിക്ക് പേടിയാകുന്ന പോലെ, ദുനിയാവിൽ ഇടിവെട്ടുമ്പോ ഉമ്മാന്ന് വിളിച്ച് ചേർന്ന് കിടന്നവന്, ദുനിയാവിൽ നായകുരയ്ക്കുമ്പോ ഉമ്മിച്ചാന്ന് പറഞ്ഞ് ചേർന്ന് കിടന്നവന്, ദുനിയാവിൽ വിശക്കുമ്പോ ഉമ്മാന്ന് വിളിച്ച് കരഞ്ഞവന്, എന്റെ പൊന്നുമോനെ, ഉമ്മച്ചിക്ക് പേടിയാകുന്നടാ, ഉമ്മച്ചിക്ക് പേടിയാകുന്നടാ. ഇരുമ്പിന്റെ ദണ്ട് പിടിച്ചുകൊണ്ട് തീപാറുന്ന കണ്ണുകളുമായി സബാനിയത്തിന്റെ മലക്കുകൾ നിൽക്കുന്ന മോനെ, മറുഭാഗത്ത് നരകം ഇങ്ങനെ കത്തിക്കുന്ന മോനെ, പേടിയാകുന്നടാ. എന്തെങ്കിലും ഒരു നന്മയും ഉമ്മച്ചിക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ എന്ന് പറയുന്നു, മക്കള് കൈകൊണ്ടുമ്മയെ തട്ടി മാറ്റിയിട്ട് പോതല്ലേ എന്ന് പറഞ്ഞിട്ട് എന്റെ കാര്യത്തിന് വേണ്ടി ഓടുമെന്നാണ്. ഞങ്ങളെ അങ്ങനെയുള്ളവരാക്കല്ല അല്ലോ,
ഞങ്ങളെ നീ അങ്ങനെയുള്ളവരാക്കല്ലേ അല്ലാ, ഞങ്ങളെ നീ അങ്ങനെയുള്ളവരാക്കല്ലേ അല്ലാ. പടച്ചവനെ, ആ സാഹചര്യത്തിലാണ് ഉമ്മയുടെ തലയിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ സ്വർഗത്തിന്റെ കിരീടം വെച്ചു കൊടുക്കുന്നത്. അത് എല്ലാ ഉമ്മമാർക്കുമില്ല, എല്ലാ ഉമ്മമാർക്കുമില്ല. ആ ഉമ്മമാരുടെ തലയിൽ കിരീടം വെക്കുമ്പോൾ അവർ ചോദിക്കുന്ന ബിമ കുസീനാഹാദാ, ഇതെന്തിനാണ് റബ്ബേ ഞങ്ങൾക്ക് തന്നത്? അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്നു ബി അഹ്രി വലദിക്കുമൽ ഖുർആൻ, നിന്റെ മക്കൾക്ക് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തില്ലേ, അതിന് പകരം നീ അനുഭവിച്ചോ, ഈ സ്വർഗീയ വസ്ത്രധാരണം നിനക്കുള്ളതാണ്. ആ ഉമ്മ പറയുന്നു, എന്നോടൊപ്പമുള്ളവരവിടെ കരയുകയല്ലേ, എന്നോടൊപ്പമുള്ളവരവിടെ നിലവിളിക്കുകയല്ലേ. പടച്ചവരെ, ആ കിരീടം എന്റെ ഉമ്മച്ചിക്ക് കൊടുക്കണയല്ല, കബീർ ഉസ്താദിന്റെ ഉമ്മച്ചിക്ക് കൊടുക്കണയല്ല, ഇവിടുത്തെ ഉസ്താദുമാരുടെ ഉമ്മമാർക്ക് കൊടുക്കണയല്ല. ഈ വന്നിരിക്കുന്ന പാവപ്പെട്ടവര് ബക്കറ്റ് കൊണ്ടുവരുമ്പോ 10 രൂപയേ ഉള്ളു ഉസ്താദേ, 1 ലക്ഷവും 2 ലക്ഷവും ഒക്കെ കൊടുക്കുമ്പോ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ലെന്ന് പറഞ്ഞ് കണ്ണീരോടെ ബക്കറ്റിൽ സ്വതക്കയിട്ട് കൊടുക്കുന്ന മക്കളുടെ ഉമ്മമാർക്ക് റബ്ബേ ആ സ്വർഗത്തിന്റെ കിരീടം നീ കൊടുക്കണയല്ല.